കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 21 അതിൻ്റെ 31 വാക്യം. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് എല്ലാ മനുഷ്യരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജയിക്കുക എന്നുള്ളത്, അല്ലേ? പലപ്പോഴും ജയിക്കുക എന്നുള്ള വാക്ക് പലപ്പോഴും ഒരു നെഗറ്റീവായ ഒരു തലത്തിലേക്ക് പോകുന്ന ഒരു കാലം കൂടിയാണ് ഈ കാലം, അല്ലേ? നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തൊക്കെ ഇലക്ഷനുകൾ നടക്കാറ്. എന്തിനു വേണ്ടിയാണ്? ഓരോ നിയമസഭയുടെ ഇലക്ഷൻ നടക്കുന്നു, അല്ലേ? പാർലമെൻറ്റിലേക്ക് ഇലക്ഷൻ നടക്കുന്നു, പഞ്ചായത്തിലേക്ക് ഇലക്ഷൻ നടക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും ഓരോ മണ്ഡലത്തിൽ അല്ലെങ്കിൽ അവരവർക്കുള്ള വാർഡിലോ അവരവരുടെ ബ്ലോക്കിലോ ഓരോ മണ്ഡലങ്ങളിലോ പലരും മത്സരിക്കാറുണ്ട്, അല്ലേ? ഓരോ പാർട്ടിയിൽ നിന്നും ഓരോ ആൾക്കാർ മത്സരിക്കാനായിട്ട് വരും. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം ജയിക്കണമെന്നുള്ളതാണ്. ആ ദിവസങ്ങളിലുള്ള അവരുടെ വാർത്താ സമ്മേളനങ്ങളോ അവരുടെ വോയിസ് ബൈറ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ പ്രതീക്ഷയോടെ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾ ജയിക്കും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു മണ്ഡലത്തിൽ ചിലപ്പോൾ ഇന്ന് നമുക്ക് കേരളത്തിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് സ്വതന്ത്ര പാർട്ടികൾ പോയി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 3 പാർട്ടിയാണ്, അല്ലേ? ഈ 3 പാർട്ടിക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾ ജയിക്കുമെന്നുള്ളത്. പക്ഷേ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ 3 പേര് പറഞ്ഞാലും ഇതിൽ ഒരാളെ ജയിക്കുള്ളൂ. അത് ഷാർപ്പാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമേ ജയിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഈ ജയിക്കാൻ വേണ്ടി പലതും മെനയുകയും പലതും പറയുകയും പല കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഇന്ന് ലോകത്തിൽ മാത്രമല്ലെങ്കിൽ ഭൗതിക തലത്തിൽ മാത്രമല്ല, നമ്മുടെ ആത്മീക തലത്തിലും ഈ ഓവർകമ്മിങ് സ്പിരിറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മത്സരിക്കുക, മറ്റുള്ളവനെ ഒരാളിനെ തോൽപ്പിച്ച് ജയിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു ചിന്ത ഇന്ന് നമ്മുടെ ആത്മീക സമൂഹത്തിനിടയിലും നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മത്സരം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈബിൾ പറയുന്നു, മത്സരം ആഭിചാര ദോഷം പോലെയും എന്നാണ് തിരുവചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇത് ഇലക്ഷനുകൾക്ക് നടക്കുമ്പോൾ ജയപരാജയങ്ങളൊക്കെ സ്വാഭാവികമാണെങ്കിലും ഒരാളിനെ ഒടുക്കി, ഒരാളിനെ തകർത്ത്, ഒരാളിനെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ദണ്ഡിപ്പിച്ച് ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള അപവാദ പ്രചരണങ്ങൾ അവർക്കെതിരെ നടത്തി ജയിക്കുന്നതൊക്കെ ഇതൊന്നും താൽക്കാലികമാണ് കേട്ടോ. ഇതൊന്നും ലോകത്തിൽ ഒരുപക്ഷെ പലപ്പോഴും നമുക്ക് സുഖവും സന്തോഷമൊക്കെ നൽകുമെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ അതൊരിക്കലും നീതിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, യുദ്ധ ദിവസത്തേക്ക് കുതിരയെ ചമയിക്കുന്നു എന്ന് പറയുന്നത് പോലെ മാനുഷികമായിട്ട് ജയിക്കണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം തിരുവചനം പറയുന്ന 2ാമത്തെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം: ജയമോ യഹോവയുടെ കൈവശത്ത് ഇരിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു ജയമുണ്ട് കേട്ടോ. നമുക്കത് ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ദാവീദ് ദൈവത്തിനെ ആശ്രയിച്ചത് കൊണ്ട് അവൻ പോകുന്നിടത്തെല്ലാം ദൈവം അവന് ജയം നൽകി എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു, അല്ലേ? ദൈവം അവന് ജയം കൊടുപ്പാൻ തക്കവണ്ണം ഇടവന്നു. എൻ്റെ അർത്ഥം എന്നതാ? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, ദൈവത്തിനെ ആശ്രയിക്കുന്ന നീ ഒരു മേഖലയിൽ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിൻ്റെ പരീക്ഷകളിലാകട്ടെ, നിൻ്റെ ആത്മീക മേഖലകളിലാകട്ടെ, നിൻ്റെ ഇൻ്റർവ്യൂസിലാകട്ടെ, നിൻ്റെ ജോലി മേഖലകളിലാകട്ടെ, സ്തോത്രം, ഒക്കെ ഒരു ജയം നൽകുവാൻ. അത് മറ്റുള്ളവരെ തോൽപ്പിച്ചുള്ള ജയമല്ല ഞാൻ പറയുന്നത്. പകരം നിനക്ക് അവകാശപ്പെട്ടത്, നിൻ്റെ ജീവിതത്തിൽ ലഭ്യമാകേണ്ടത്, നിൻ്റെ ജീവിതത്തിൽ സ്തോത്രം പ്രാപിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകും. ദാവീദ് നമുക്കറിയാം, ദാവീദ് രാജാവായി രാജകീയ അഭിഷേക തലവൻ്റെ മേൽ വീണിട്ട് 37-38 വർഷങ്ങളോളം ശൗല് മാറുന്നത് വരെയും കാത്തിരിപ്പു. പലവട്ടം അവനെ പരാജയപ്പെടുത്താൻ, ശൗലിനെ കൊന്നുകളയാൻ പോലുമുള്ള അവസരങ്ങൾ ദാവീദിൻ്റെ മുമ്പിൽ വന്നു വീണിട്ടും അതിനൊന്നും ചെയ്തില്ല അവൻ. കാരണം എൻ്റെ മേൽ അഭിഷേകം ഉള്ളതല്ലേ, എനിക്ക് അവനെ കൊന്നാൽ കുഴപ്പമില്ലല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. സ്തോത്രം. പകരം അവൻ വഴിമാറുന്നത് വരെയും ആ സ്ഥാനത്തിന് വേണ്ടി ദാവീദ് എന്ന ദൈവ മനുഷ്യൻ കാത്തിരിപ്പാൻ തക്കവണ്ണം ഇടയായി. അതാണ് ദാവീദ് എന്ന ദൈവഭക്തൻ്റെ ഒരു പ്രത്യേകതയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ജയം യഹോവയുടെ വശത്താണ്. നമ്മളെ ജയത്തിലേക്ക് നടത്തുവാൻ ദൈവം ശക്തനാണ്. ആ ദൈവം നൽകുന്ന നന്മകൾ എവിടം വരെ ഉണ്ടോ ആ സമയം വരെയും നമ്മൾ കാത്തിരുന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, സ്തോത്രം, ദൈവിക ജയത്തെ പ്രാപിപ്പാൻ അവിടെ ഞങ്ങൾ കൃപ നൽകി. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രമെന്ന് തിരുവചനം പറയുന്നത് പോലെ അവിടുത്തെ ശക്തിയും കൃപയും മഹത്വവും കരുണയും ദൈവപ്രവർത്തികളും കണ്ട് സന്തോഷിപ്പാൻ സ്വർഗമിടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.